ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സദ്യയിലെ ഒരു വിഭവമായ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അവിയൽ തയ്യാറാക്കാൻ വേണ്ട പച്ചക്കറികളൊക്കെ ഞാനിതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കിയതിന് ശേഷം അതിൻ്റെ നടുക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു തേങ്ങയുടെ കൂട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ആ ഒരു ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയിലെ പ്രധാന വിഭവമായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.